ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിതാ ട്രെക്ക് ചെയ്ത് എത്തിയാണ്. ഊഞ്ഞാലിലാടി നമ്മുടെ ഈ മുട്ടത്തുന്നിൻ്റെ നടുക്കുള്ളൊരു ടീം പ്ലാന്റേഷൻ. ഓ മൈ ഗോഡ്. ഹലോ ഗായ്സ്. അപ്പോൾ നമ്മളിന്ന് അതിരാവിലെ എഴുന്നേറ്റിരിക്കുക. 4 മണിയായിട്ടുള്ളൂ. 4 മണിക്ക് തന്നെ എഴുന്നേറ്റിരിക്കുക. എന്തിനാ? നമ്മളിന്ന് ട്രിപ്പ് പോവുകയാണ് ഗൈസ്. യെസ്, ഇന്നൊരു ട്രിപ്പ് പോവാണ്. ട്രിപ്പ് എന്ന് വെച്ചാൽ റൈഡാണ്. രാവിലെ തന്നെ റെഡിയായി പെട്ടെന്ന് തന്നെ ഒരു റൈഡ് പോകാൻ വേണ്ടി സെറ്റായിരിക്കണം. അപ്പോൾ എവിടേക്കാണെന്ന് കണ്ടാലോ? ഓക്കെ, ലെറ്റ്സ് ഗോ. ഹായ്. അപ്പോൾ ഗായ്സ് നമുക്ക് പോവാം. ഞങ്ങൾ റെഡിയായി. അപ്പോൾ ബൈ. ഓക്കെ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. പിന്നെ ഇവിടെയൊക്കെ നേരം വെളുത്ത് വരുന്നുള്ളൂ, മൊത്തം ഇരുട്ടാണ്. അങ്ങനെ നമ്മൾ സിറ്റി എത്തി. സിറ്റി കാണാൻ എന്ത് ഭംഗിയാണല്ലേ, ഫുൾ ലൈറ്റ്സൊക്കെ ആയിട്ട് നേരം വെളുക്കുന്നതിൻ്റെ ആ ഒരു ഭംഗി കാണാൻ തന്നെയുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ എറണാകുളം. സത്യത്തിൽ ഈ ഒരു ടൈമിലും അതുപോലെ തന്നെ ഈവനിങ് ടൈമും നല്ല ഭംഗിയാണ് കേട്ടോ. എറണാകുളത്ത് ഫുൾ ലൈറ്റ്സൊക്കെ ആയിട്ട് കണ്ടോ, എന്ത് രസമാണല്ലേ. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഒരു 1 hour ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തി കേട്ടോ. അപ്പോൾ എവിടെയാണെന്നറിയില്ല സ്ഥലം. കുറച്ച് സമയം നിർത്തി കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി കേട്ടോ. അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഞങ്ങൾ മഴയുണ്ടാവും എന്നുള്ളൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം എല്ലായിടത്തും മഴയുടെ കാര്യങ്ങളൊക്കെ ന്യൂസിലൊക്കെ കേൾക്കുന്നതുകൊണ്ട് മഴയുണ്ടോ എന്നൊരു ഡൗട്ടിലാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇല്ലായിരുന്നു കേട്ടോ, മഴയൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കൈതച്ചക്കയുടെ ഒരു കൃഷി കണ്ടത്. അപ്പോൾ ഞങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് സ്ലോ ആക്കി ഞങ്ങളതൊക്കെ കണ്ടു. അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ പിന്നെയും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ പാലം കയറി. അങ്ങനെ പാലത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പിന്നെയും ഞങ്ങൾ യാത്ര തുടങ്ങി. എന്തായാലും നല്ല കാഴ്ചകളൊക്കെ കണ്ടാട്ടോ ഞങ്ങൾ പോയത്. അങ്ങനെ ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഇതാ പാലാ ടൗൺ എത്തിയിരിക്കുകയാണ് ഗൈസ്. പാലാ ടൗണിൽ തന്നെ ഒരു വലിയ പള്ളിയോ ടപ്പേടോ എന്തോ ഒന്ന് കാണാം. എന്തായാലും സംഭവം അടിപൊളിയാണ്. പക്ഷെ നന്നായിട്ട് വിശക്കുന്നുണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടാണ് ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടാണ്. അപ്പോൾ ഈ പാലാ ടൗണിൽ ഇതാ ഈരാറ്റുപേട്ടയ്ക്ക് പോകുന്ന റൂട്ട് തന്നെയുള്ള ഒരു കടയിൽ കയറിയിരുന്നു, മരിയാസ് ഹോട്ടൽ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. പുള്ളിക്കാരി അപ്പം മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ പൊറോട്ടയും കടലയും ചായയും കൂട്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പെട്ടെന്നാക്കി. ബാക്കി ഇനി ഉടനെ യാത്ര തുടരണം. അങ്ങനെ കഴിച്ചു ഗൈസ്. അങ്ങനെ വയറൊക്കെ നിറഞ്ഞ് വിശപ്പൊക്കെ മാറി ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ, കാരണം കുറച്ച് നേരം വിശന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ആ ഒരു സന്തോഷത്തിലൊക്കെ പോയി വിശേഷമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ അൽഫോൺസാമ്മയുടെ ഖബറിടത്തിലേക്ക് പോകാമെന്ന് കരുതിയത്. ഞങ്ങൾ പോകുന്ന വഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കയറി ഒന്ന് പ്രാർത്ഥിക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോയി. ഞാനിതിനു മുന്നേ കുറേ തവണ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ജനറലി അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒന്ന് വന്ന് പ്രാർത്ഥിക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇവിടെ കുർബാന നടക്കുന്ന സമയമായിരുന്നു കേട്ടോ അത്. ഞങ്ങൾ വേഗം ചെന്ന് ഖബറിടത്തിലൊക്കെ മുക്തി പ്രാർത്ഥിച്ച് പിന്നെ അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അവിടുത്തെ അൽഫോൺസാമ്മയുടെ ചരിത്രമൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോയി കണ്ട് അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ എല്ലാ കാഴ്ചകളും അവിടത്തെയും കണ്ട് ഞങ്ങൾ പയ്യെ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. കാരണം അവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ചൊന്ന് പോയപ്പോൾ ഈ പാലത്തിൽ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ടോ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ.
അത് കഴിഞ്ഞ് പിന്നെ വിട്ടപ്പോഴാണത് നമ്മുടെ ഫസ്റ്റ് നമുക്കൊരു ചെറിയൊരു കുന്നിൻ്റെ മരടച്ച വ്യൂ ആദ്യമായിട്ട് കിട്ടുന്നത് കേട്ടോ. നമ്മൾ ദൂരെ നോക്കുമ്പോൾ ചെറിയ കുന്നും മലയൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് എക്സൈറ്റഡ് ആയി തുടങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും അതിലേക്ക് അടുത്തടുത്തടുത്ത് പോകാൻ തുടങ്ങി ഗൈസ്. അപ്പോൾ ഇതാ നല്ലൊരു വ്യൂ ഇവിടെ കിട്ടിയിട്ടോ. ഇവിടെ എത്തിയപ്പോൾ ഈ വളവിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് നിർത്തി നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും പിന്നെ എക്സൈറ്റഡ് ആയി നേരെ വിട്ടു തുടങ്ങി. ശരിക്കും ഈ പച്ചപ്പൊക്കെ കണ്ട് യാത്ര ചെയ്യുന്നത് ഒരു രസം തന്നെയാണ് കേട്ടോ. ശരിക്കും ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുമെന്ന് തോന്നാറുണ്ട് എനിക്ക്. കാരണം ഭയങ്കര രസമാണ് ഈ ഒരു കുറേ വിശേഷങ്ങളും ഇതിലെല്ലാം പറഞ്ഞ് നമ്മൾ ഈ റോട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ കിട്ടുന്നൊരു രസമുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് കുറേ വിശേഷങ്ങളും തമാശകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഡെസ്റ്റിനേഷൻ ആവാറായെന്ന് തോന്നി. കാരണം ഫ്രണ്ടിൽ തന്നെ മലകളൊക്കെ വിസിബിളായി നമുക്ക്. പക്ഷേ വളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടൂര വളവ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നോക്കിയാണ് പോയത്. അങ്ങനെ മലകളൊക്കെ കാണുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായിരുന്നു കേട്ടോ. നമ്മൾ സ്ഥലത്തൊക്കെ എത്തി ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് സൈഡാക്കി, പിന്നെ ഒരാൾ പയ്യെ ബൈക്കൊക്കെ എടുത്തൊന്ന് ചെറിയ ഷോ ഓഫൊക്കെ നടത്തി. ഞാനത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഞങ്ങളുടേതായ കുറച്ച് എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്ത് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മളെത്തി ഗൈസ്. യെസ്, വാഗമൺ. ശരിക്കും പറഞ്ഞാൽ ഈ സിറ്റിയുടെ നോയ്സസ് എല്ലാം വിട്ട് ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഫിസിക്കലി മെൻ്റലി നമുക്ക് ഭയങ്കര റിഫ്രഷ്മെൻ്റാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നമ്മുടെ എവിടെ നോക്കിയാലും പച്ചപ്പാണ്. അതായത് മലകളും മരങ്ങളും അങ്ങനെ എല്ലാനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ്. ഞങ്ങൾ വീണ്ടും ഈ മലയും കുന്നൊക്കെ കണ്ട് ഓരോ കഥകളും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി വീണ്ടും പോകാൻ തുടങ്ങി ഗൈസ്. അപ്പോഴാണ് സിപ്പ് ലൈൻ കണ്ടത് കേട്ടോ. ഓ, അത് കണ്ട് ഞാനൊന്ന് ഞെട്ടി. അതുകൊണ്ടാണ് പിന്നത് ഈ പോയിന്റിലെത്തിയപ്പോഴേക്കും എൻ്റെ കുറച്ച് പട്ടി ഷോയും ഇത്തിരി പോസിങ്ങൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതാ കണ്ടോ ഇങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പിന്നെ ഞങ്ങൾ കണ്ടതൊരു ഗ്ലാസിൻ്റെ വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പക്ഷേ അത് നോക്കിയപ്പോൾ അവിടെ ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ലായിരുന്നു. ജസ്റ്റ് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. അപ്പം അങ്ങനെ ഈ അടിപൊളി വ്യൂസൊക്കെ കണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്ന ലൊക്കേഷൻ വാഗമൺ മെഡോസ് ആണേ. അപ്പം മെഡോസ് ഇപ്പം തന്നെ എത്തും. അങ്ങനെ മെഡോസിൻ്റെ എൻട്രൻസിലെത്തിയപ്പോൾ തന്നെ ഒരു കുതിരനെ കണ്ടപ്പോൾ നല്ല ഭംഗിയില്ലേ കുതിരനെ കാണാനായിട്ട്. നല്ല വെളുത്ത കുട്ടപ്പനായിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂവിലൊക്കെ നിന്ന് ടിക്കറ്റൊക്കെ ഇങ്ങനെ എടുത്തു. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ അതിനകത്തേക്കൊക്കെ കയറി. അകത്ത് കയറി കഴിഞ്ഞപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ പിന്നെയും നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൊട്ടക്കുന്നൊക്കെ കണ്ടപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ. എനിക്കതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തു. നല്ല ഒരു വ്യൂ ആണ് കേട്ടോ ശരിക്കും പറഞ്ഞ് മൊട്ടക്കുന്നിൻ്റെ. അപ്പോൾ വാഗമൺ മെഡോസിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ആളുകളൊക്കെ ഫുൾ വൈബാണ്. ഡാൻസ്, പട്ടം പറത്തൽ ആയിട്ട് ഫുൾ വൈബിലാണ്. ഇവിടെ ഒരാൾ വായ്പ ചിപ്പുണ്ട്. അങ്ങനെ ഈ മൊട്ടക്കുന്നിനോടൊക്കെ ബൈ പറഞ്ഞ് നമ്മൾ അടുത്ത് പോകുന്ന ലൊക്കേഷൻ പൈൻ ഫോറസ്റ്റ് ആണ്. അതെ, പൈൻ ഫോറസ്റ്റിനോട് എത്തുമ്പോൾ കുറേ കച്ചവടക്കാരും ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ ടിക്കറ്റ് കൗണ്ടറിൽ പോയി
ടിക്കറ്റ് എടുത്ത് നല്ല തിരക്കായിരുന്നു കയറി നമ്മൾ. അപ്പോൾ ഇവിടെ കൂടുതലും തമിഴ്നാട്ടുകാരാട്ടോ ഇപ്പോൾ വന്നേക്കുന്നത്. കൂടുതലും തമിഴ് പീപ്പിൾ തന്നെ ഇവിടെ ഉള്ളത്. പൈൻ ഫോറസ്റ്റ് കൊള്ളാം, പക്ഷെ ഞാൻ നടന്നതൊന്ന് ക്ഷീണിച്ച് കാല് നീട്ടി കുറച്ച് സമയം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുമായിരുന്നു തണലത്ത്. എൻ്റെ കൂടെ വന്ന ഒരാൾ ഇവിടെ പുറകിൽ എവിടെയോ ഓടി നടന്ന ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിപ്പുണ്ട്. അങ്ങനെ ഇവിടുന്ന് യാത്രയായി. അങ്ങനെ പൈൻ ഫോറസ്റ്റ് ഒക്കെ കണ്ട് ആസ്വദിച്ചപ്പോഴേക്കും എൻ്റെ വിശപ്പിൻ്റെ അസുഖം പിന്നെയും തുടങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒരു ബിരിയാണി കഴിക്കാൻ കയറി. അൽസിജ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് ഞങ്ങൾ കയറിയത്. എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല അങ്ങനെ ഫുഡ് അടിയും കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. അപ്പോൾ ഇതാ നല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലമൊക്കെ കിട്ടിയിട്ടാ, കുറച്ച് കുന്നുകളൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ഇടയ്ക്കൊന്ന് നിർത്തി സ്ലോ ചെയ്ത് അങ്ങനെ പോവുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ പോകുന്നത് നേരെ റൂമിലേക്കാണ്, പോയി ഒന്ന് ഫ്രഷ് ആവണം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന റൂം ഇവിടെ വാഗമൺ ടൗണിൽ നിന്ന് കുറച്ച് ഒരു 6-7 കിലോമീറ്റർ മാറിയിട്ടാണ്, അവിടത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി അവിടുത്തെ വിശേഷം കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന റൂം എത്തി ഗൈസ്. അവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്, കണ്ടോ? ഹലോ ഗൈസ്, ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി മഴ. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല കോടയും തണുപ്പൊക്കെ ആയിട്ട് കൂടുതൽ ചാറ്റൽ മഴ ആയിട്ട് നല്ല സൂപ്പറായിട്ട് കിടപ്പുണ്ട് എന്തായാലും. അങ്ങനെ മഴയില്ലെന്നുള്ളൊരു കുറവും വേണ്ട, അങ്ങനെ ഞങ്ങൾക്ക് മഴയും കിട്ടി. കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ അങ്ങനെ റൂമിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. ഗൈസ്, നിങ്ങളാരെങ്കിലും ഇപ്പോൾ വാഗമൺ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വന്നോട്ടോ, നല്ല ബെസ്റ്റ് ടൈമാണ്, നല്ല ക്ലൈമറ്റാണ് കേട്ടോ ഇവിടെ. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഒരു ലുക്ക് ഇതാണ് കേട്ടോ, ഔട്ട്ഡോർ ലുക്ക്. ഒരാളിതാ ഇവിടെ ഇരുന്ന് ഊഞ്ഞാലാടി കളിക്കുക. എന്നാലും ഇത് കാണുമ്പോഴാണ് എനിക്ക് എന്താണ് ഗൈസ് ഇത്. ഗൈസ്, ഇവിടെ നല്ല കോടമഞ്ഞിൻ്റെ ഒപ്പം ചെറിയ ചാറ്റൽ മഴയുണ്ട്. ഇതാ ഇവിടെ ഒരാൾ കിടന്ന് ഊഞ്ഞാലിലാടുവാണ്, ഊഞ്ഞാലിലാടി. എന്തായാലും കിടില അറ്റ്മോസ്ഫിയർ ഉണ്ട്. അടുത്തത് ഇവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ട് ഗൈസ്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം, അവിടുത്തെ ട്രീ ഹൗസ്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കാണാമെന്ന് വിചാരിച്ചു, കാരണം ഇവിടെ അത്യാവശ്യം കാണാൻ കുറേ പ്ലേസസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്നു പോവുകയാണ്. ജസ്റ്റ് തൈലത്തോട്ടമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഹായ് പൂവൊക്കെ കണ്ടു, പൂവിനൊരു ഹായും കൊടുത്ത് ഞങ്ങൾ നടക്കുകയാണ്. പൂവേ പൂവേ പാലപ്പൂവേ. നമ്മളിനി അടുത്ത ഇവിടുത്തെ സ്പോട്ട് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോവാം കേട്ടോ ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആട്ടോ ഇവിടെ. മൊത്തം മഴയൊക്കെ ആയിട്ട് കോടയും മഴയും വല്ലാത്തൊരു നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹലോ ഗൈസ്, നമ്മളപ്പോൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്തിരിക്കുകയാണ്. ഇതാ ഇവിടെ ഒരു ടീ പ്ലാന്റേഷൻ. ഹലോ ഓയ്, ഒരു ടീ പ്ലാന്റേഷൻ കണ്ടെത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഈ മുട്ടക്കുന്നിൻ്റെ ഒക്കെ നടുക്കുള്ളൊരു ടീ പ്ലാന്റേഷൻ. അങ്ങനെ നടന്ന് പോവുകയാണ് ഗൈസ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അട്ട കടിക്കാതെ സൂക്ഷിക്കണം, കാരണം എനിക്ക് എപ്പോഴും അട്ട കടി കിട്ടാറുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ചെറിയൊരു റെസ്റ്റ് പിടിച്ച പരിപാടിയാണ് ചെയ്യാൻ പോണത്. അധികം ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഭ്രാന്തന്മാരെ പോലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാ മേളിലേക്ക് നോക്ക്, ഇതെന്താണത്? ഇവിടുന്ന് അപ്പുറത്തോട്ട് ഒന്നുമില്ല കേട്ടോ, ഫുൾ കോട മാത്രം. നല്ലൊരു താഴ്ച ഇവിടെ. എന്തായാലും ഞങ്ങൾ എഡ്ജിലോട്ടൊന്നും പോയില്ല, ഇവിടെ നിന്ന് തന്നെ അതൊന്ന് ആസ്വദിച്ച്. വാവ് ഗായ്സ്, ഇവിടെ ഫുൾ കോട വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളൊരു വലിയ എക്സ്പ്ലോറിങ്ങിന് ശേഷം തിരിച്ചു വന്നപ്പോൾ ഇവിടെ മൊത്തം കോടയായി. വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ നല്ല കോടയുണ്ട്.
അപ്പോൾ ഇത് ഒരു ഉറക്കത്തിന് ശേഷം നമ്മൾ നമ്മുടെ ഡിന്നർ പരിപാടി, മെയിൻ പരിപാടി അതിലേക്ക് കടന്നിരിക്കുകയാണ്. വന്ന് വെയിറ്റ് ചെയ്യാണ് ഐറ്റംസ് വരാനായിട്ട്. യെസ്, ഇപ്പം തന്നെ വരും. നല്ല വിശപ്പുണ്ട്, വയറ് നിറച്ചെന്തെങ്കിലും തിന്നണം. അതാ വന്നു. പൊറോട്ട, ചിക്കൻ കടായി, റൈസ്, പിന്നെന്താ പപ്പടവും ഉണ്ടായിരുന്നു. ഐസ്ക്രീമും വാങ്ങിയിട്ടോ, അടിച്ചങ്ങോട്ട്. ഇത് ഇവിടെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ ഇങ്ങനെ ഗെയിം കളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അതൊക്കെ കളിച്ചങ്ങ് വിട്ട് നമ്മൾ 2 റിസോർട്ട് യൂസ് ചെയ്തിട്ടോ സത്യം പറഞ്ഞ് ഇവിടെ വന്നിട്ട്. അങ്ങനെ അടുത്ത ഡേ ആയി ഗായ്സ്. നേരം പിളർന്നു ഗായ്സ്. ഞങ്ങൾ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. ഇപ്പോൾ സമയം 5:30 ഇത് കണ്ടു. കോടയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടല്ലേ, ഭയങ്കര സൂപ്പറായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളായിരുന്നു അത് സത്യത്തിൽ ഈ 5:30 സമയമൊന്നും ഞങ്ങൾ ദിവസം കാണാത്തതാണ്. പക്ഷേ ഇന്ന് ഞങ്ങൾ ഇത് കാണണമെന്ന് ഉറപ്പിച്ച് ഞങ്ങൾ എഴുന്നേറ്റതാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ 5:30 എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇരുട്ടല്ലേ. ഇവിടത്തെ നോക്കി നല്ല വെളിച്ചം. എന്തായാലും ഞങ്ങളൊരു ട്രക്കിങ്ങിന് പോവാണ് ഗൈസ്. ഹലോ ഗൈസ്, നമ്മൾ ചെറിയൊരു ട്രക്കിങ്ങിലാണ്. ചേരി പോവാണ്. കാണിച്ചു തരാം. എന്താ വെള്ളത്തിട്ട് പാച്ചോളി. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിതാ ട്രക്ക് ചെയ്ത് എത്തിയിരിക്കുകയാണ്. നോക്കിയേ, നല്ല രസമാണ് ഇവിടുത്തെ വ്യൂ കാണാനായിട്ട്. സൺറൈസ് ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ. ചെറിയൊരു പ്രൈവറ്റ് ഹിൽ ടോപ്പാണത്. നമുക്ക് പനോരമിക് വ്യൂ അത്രേ ഉള്ളൂ. Oh my God. അങ്ങനെ ഒരു സുപ്രഭാതമൊക്കെ കണ്ട് ഞങ്ങൾ ട്രക്കിങ് കഴിഞ്ഞ് ജസ്റ്റ് താഴോട്ട് ഇറങ്ങുകയാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ പയ്യെ ചലിച്ചു താഴോട്ട്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പോവുകയാണ്. ഇവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങാണ്. അവിടെ നിന്ന് പോകുന്ന വഴി ഇതേ ചെറിയ തേയിലകളെല്ലാം ഉണ്ട് കേട്ടോ. അടുത്ത് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടോ ഉടനെ തന്നെ. രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നേ. പുറത്താണെങ്കിൽ അത്യാവശ്യം നല്ല ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കടി എന്ന് പറയാനായിട്ട് ഒരു 100 കിട്ടിയത്. എന്തായാലും അതും ഒരു ചായ അടിച്ചു. കടിയുടെ സമയമായില്ലേ? അപ്പോൾ ആ കടയിലെ ചേച്ചിനോട് കുറച്ച് വിശേഷമൊക്കെ ചോദിച്ചാൽ അവിടെ നിന്ന് അങ്ങനെ സ്ഥലം വിട്ട്. ഇതൊക്കെ നമ്മൾ പോകുന്ന വഴിയുള്ള ഓരോ കാഴ്ചകളാണ് കേട്ടോ. അതെ, ജൂലി ചേച്ചി പറഞ്ഞത് കറക്റ്റ്. നമ്മൾ സ്റ്റേ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഗമണിൽ നിന്ന് കുറച്ച് ഔട്ടറായിട്ടാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഏലപ്പാറയാണ്. ഏലപ്പാറ പോയിട്ട് അതുവഴി വാഗമൺ വരാനാണ് നമ്മുടെ പരിപാടി. അങ്ങനെ ഞങ്ങൾ ഏലപ്പാറ വന്ന് അവിടെ നിന്ന് തേയിലപ്പൊടിയൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. ഈ കടകളിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിയത്. ഇവിടെ നിന്ന് എല്ലാം കിട്ടും. അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ തേയിലപ്പൊടിയും ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ ജസ്റ്റ് അടുത്ത റൂട്ട് പിടിച്ചു. പുള്ളിക്കാന വഴിയാണ് കേട്ടോ പോണത്. പുള്ളിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഫുൾ കോടയൊക്കെ നിറഞ്ഞിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വിശപ്പിൻ്റെ അസുഖം വന്ന് ഞങ്ങൾ ജസ്റ്റ് ഒരു മാഗി കഴിക്കാനായിട്ട് കയറി. അങ്ങനെ അവിടെ മാഗി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ കൊതിയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നല്ല ചൂടുള്ള മാഗിയും പിന്നെ അതുപോലെ പഴംപൊരിയും എല്ലാം കഴിച്ചു. വയറൊക്കെ ഒന്ന് തൃപ്തിയാക്കി ഞങ്ങൾ ജസ്റ്റ് പിന്നെയും യാത്ര തുടങ്ങി. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ വാഗമൺ ട്രിപ്പൊക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ നമ്മളൊരു കാഴ്ച ഉണ്ട്. വെള്ളച്ചാട്ടം, ചെറിയൊരു വാട്ടർ സ്ട്രീമാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ട്രിപ്പ് അവസാനിക്കാറായി. ഈരാറ്റുപേട്ട എത്താറായി നമ്മൾ. അപ്പോൾ ഇത് കാണാൻ വേണ്ടി നിന്നാട്ടോ. അങ്ങനെതായി ഇപ്പോൾ നമ്മൾ വാഗമണ്ണിൽ നിന്ന് താഴെ ഇറങ്ങി ഈരാറ്റുപേട്ട എത്തിയിരിക്കുകയാണ്. ഇതാണ് ഈരാറ്റുപേട്ട ടൗൺ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. പിന്നെ നേരെ ഫുഡടി. അങ്ങനെ എനിക്ക് ചോറ് കഴിക്കാനായിരുന്നു കേട്ടോ കൊതി. അങ്ങനെ ഞാൻ ചോറാണ് പറഞ്ഞത്. പിന്നെ അങ്ങനെ ചോറ്, തോരൻ, സാമ്പാർ, ബിരിയാണി ഒക്കെ ആയിട്ട് ഞങ്ങൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അങ്ങോട്ട് മഴയോട് മഴയായിരുന്നു ജയസ്. ഒരു 4 മണിക്കൂർ. അങ്ങനെതാ ഞങ്ങൾ ഓൾമോസ്റ്റ് എറണാകുളം എത്തി. ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതോടുകൂടി നമ്മുടെ ട്രിപ്പ് അവസാനിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.
അങ്ങനെ ഒരു പിടി നല്ല ഓർമ്മകളുമായി നമ്മുടെ വാഗൺ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.